ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കുറച്ച് ദിവസമായി കറക്റ്റായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് സമയക്കുറവ് കാരണമായിരുന്നു. ഇപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൂ ഒരു ചിക്കൻ പൊള്ളിച്ചത് അതാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈസി ടിപ്പാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒരുപാട് സ്റ്റെപ്പോ ഒന്നുമില്ലാത്ത പെട്ടെന്ന് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ പൊള്ളിച്ചത്. അതാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റൗവിൽ ഒരു കുക്കർ ഇരിക്കുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു 4 പീസ് ചിക്കൻ ലെഗ് മാത്രമായിട്ട്, അതായത് ഒരു ചിക്കൻ്റെ 4ആയിട്ട് കട്ട് ചെയ്ത് ആ പീസാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഇതിൽ ഒരൽപ്പം ചിക്കൻ മസാല, ഉപ്പ് ഒക്കെ ഇട്ട് തിരുമ്മി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിപ്പോൾ എടുത്ത് അത്യാവശ്യം മൂപ്പുള്ള ചിക്കനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്ന് വിസിലടുപ്പിക്കുകയാണ്. അപ്പോൾ ഒരു 2 വിസിൽ അടുപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് അത്യാവശ്യം വെന്ത് കിട്ടുകയുള്ളൂ. അതിന് ശേഷമാണ് ബാക്കി നമ്മുടെ കലാപരിപാടികളൊക്കെ നടത്താനായിട്ടുള്ളത്. അപ്പോൾ അതുവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വിസിലൊക്കെ അടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. 2 വിസിലടിച്ചിട്ടുണ്ട്. ഇനി ആവിയൊക്കെ പോകുന്നിടം വരെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ചേർക്കേണ്ടതായ ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കുക. ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് വലിയ കുരുമുളക്, പിന്നെ 1 സ്പൂണ് വലിയ ജീരകം, പെരുംജീരകം, അതുപോലെ തന്നെ 1/2 സ്പൂണ് ചെറിയ ജീരകം. ഇത്ര ഞാനിവിടെ ഈ ചട്ടിയിലേക്കിട്ട് നമുക്ക് മുഴുവൻ വറുത്തെടുക്കണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ചൂട് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ശരിക്കും നമുക്കിതൊന്ന് അരയ്ക്കണ്ട, തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ കൂടെ ഒരു 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂട് പിടിപ്പിച്ച് എടുത്ത് തരിതരിപ്പായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മുളകും പെരുംജീരകവും കുരുമുളകും എല്ലാം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഈ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു വലിയ ടൊമാറ്റോ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ച് കൊള്ളിട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് മല്ലിച്ചപ്പും കൂടി ഇടുക. ഇത് മൈസൂർ മല്ലിയാണ്, ഒരു 2 തണ്ട് മൈസൂർ മല്ലി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഒരല്പം ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒരല്പം സൺഫ്ലവർ ഓയിലോ അല്ല എന്താ പറയുക, നമ്മുടെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒലിവ് ഓയിൽ ഇല്ലാത്തൊരു സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, ടൊമാറ്റോ, പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. ഞാൻ പറഞ്ഞു, ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ പിന്നെ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ, ഏത് ഓയിലോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊഴിച്ച് അരച്ചെടുക്കുക. ഒരു പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട്, കാരണം ചിക്കന് നമ്മൾ നേരത്തെ അത്യാവശ്യം ഉപ്പിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ഈ കൂടെ അരച്ചെടുത്തതിനകത്ത് ഇതുണ്ടോ, ഒരു നാരങ്ങ അതിൻ്റെ നീര് പിഴിഞ്ഞ് നമ്മൾ ഈ മിക്സിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ അരപ്പ് പരത്തി ഇങ്ങനെ ട്രൈക്കകത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കണ്ടോ നല്ല പോലൊക്കെ വെന്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പതുക്കെ എടുത്ത് അടർന്നു പോകാതെ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച് ഈ അരപ്പെല്ലാം അതിൽ പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ പതുക്കെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം ഇവിടെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഇച്ചിരി മൂപ്പുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വിസിലടുപ്പിച്ചത്.
ഇല്ല എളുപ്പം സാധനമാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ അടുപ്പിക്കണമെന്നില്ല. കുക്കറിലടിച്ചാൽ എന്ത് ചെയ്യും, ഇതെല്ലാം പീസെല്ലാം അടന്നടന്ന് പോകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചോളുക. ഓക്കെ, ഇതിനി നമുക്ക് ഈ അരപ്പൊക്കെ പതുക്കെ ഇതെല്ലാം പുരട്ടിയെടുത്ത് വെക്കണം. അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഇവിടെ വറ്റൽമുളകും കുരുമുളക്, പെരുംജീരകം, ചെറിയ ജീരകം, 2 ഏലക്ക ഇതെല്ലാം കൂടെ നമ്മൾ ഇതുപോലെ കണ്ടോ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് അതതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കണം. അതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യുക, പൊള്ളിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്, പക്ഷേ ഈസി ടിപ്പാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മസാലയെല്ലാം ഇതിലേക്കൊന്ന് പുരട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, മസാലയെല്ലാം നല്ല പോലൊക്കെ ഇവിടെ ചിക്കനെല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ മസാലപ്പൊടികളും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. അതിങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ നമുക്ക് പൊള്ളിച്ചെടുക്കാം. എല്ലാം ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തവയൊക്കെ ഇവിടെ ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് പതുക്കെ എടുത്ത് വെച്ച് പൊള്ളിച്ചെടുക്കാം. ഓക്കെ, രണ്ടെണ്ണം അതിനകത്ത് കൊള്ളുകയുള്ളൂ. ഈ 2 എണ്ണം വെച്ച് നമുക്ക് അത് അൽഫാം പൊള്ളിച്ചെടുക്കത്തില്ലേ, അതുപോലെ 2 സൈഡും മറച്ചിട്ട് നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റാണ്. എന്നാൽ അൽഫാമിനുള്ള അത്രയും പണിയുണ്ട് ഇല്ലതാനും. നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നെയിം ജോളി റെജി സൂപ്പർ വ്ളോഗ്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമ്മൾ പൊള്ളിക്കുന്ന 2 കറിവേപ്പിലയും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ 2 കറിവേപ്പിലയുടെ തണ്ട് എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, അതേപോലെ മറു സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, കഴിച്ചാലും മതി വരില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഈസി പരിപാടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് തുടർന്നും ഓരോരോ വീഡിയോ ചെയ്യാൻ ഉത്സാഹം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. 2 പേർക്ക് നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആർത്തി പിടിച്ച് കഴിക്കുന്നുണ്ട്. ചോദിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അമ്മച്ചി? നല്ലതൊക്കെ. അപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ പൊള്ളിച്ച് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.